ഹലോ, മഴ പെയ്ത് പിടുത്തം വിട്ട മഴയാണ് ഇവിടെയൊക്കെ. അപ്പം നമ്മളിതാ മീൻ പിടിക്കാനായിട്ട് നല്ല മീനുകളുണ്ട്. മീനുണ്ടല്ലോ ചാടി. ഈ ടൈപ്പിൽ മീനുകളുള്ള സ്ഥലത്ത് നമ്മൾ ജസ്റ്റ് ഒരു കെണി വെച്ച് നോക്കിയാണ്. അപ്പം മീൻ കിട്ടിയിട്ട് കാണിക്കുക ബാക്കി വിശേഷങ്ങൾ. നമുക്ക് ഒരു പ്രാവശ്യം വെച്ച് നമുക്ക് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്തത് നമ്മൾ വെച്ചിട്ടുണ്ട്. ഓക്കെ, കിട്ടിയതിൻ്റെ അപ്ഡേറ്റ് നമ്മളിതാ അടിക്കാം. ഞാൻ തൽക്കാലം ഒരു ബക്കറ്റൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചതാണ്. ഓക്കെ, എങ്ങനെയുണ്ടെന്ന് ഫസ്റ്റ് ടൈം നമ്മൾ വിജയിച്ചു, സെക്കൻഡ് ടൈം നമ്മൾ വെച്ചിട്ടുണ്ട്. ഗൈസ് ഇങ്ങളുണ്ടോ നമുക്ക് കിട്ടിയ മീൻ ഇതാ. ഇപ്പം നമ്മൾ ഫസ്റ്റ് ട്രാപ്പിൽ നമുക്ക് കിട്ടിയതാണ് ഇതാ ഇടുക്കാച്ചി മീൻ. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയാം. സൂപ്പർ പുഴ മീനാണ്. പുഴയിലേക്ക് ടച്ച് ചെയ്യുന്ന തോടാണ്. ഒരു 5-6 കിട്ടിയിട്ടുണ്ട് നമുക്ക് ഗൈസ്. അപ്പം നമുക്കിനി അടുത്തത് കുറച്ച് കഴിഞ്ഞിട്ട് പൊക്കി നോക്കാം. ഹലോ ഗൈസ്, അപ്പോൾ ഇത് വർഷത്തിൻ്റെ ആദ്യത്തിലും വർഷത്തിൻ്റെ അവസാനത്തിലും വർഷക്കാലത്തിൻ്റെ അവസാനത്തിലും നല്ല മീനുണ്ടാവും. ഇങ്ങനത്തെ പുഴകളിലൊക്കെ വർഷക്കാലത്തിൻ്റെ ആദ്യത്തിൽ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവസാനം പിടിക്കാൻ മീനുണ്ടാവും. അത് മക്കളുടെയായി നമ്മൾ പുതിയൊരു ജനനം ഉണ്ടാവണമെങ്കിൽ, പുതിയൊരു തലമുറ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഫസ്റ്റിൽ കൂടുതൽ പിടിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഈ സമയത്ത് നമുക്ക് കറക്റ്റ് പിടിക്കും. കാരണം എന്താ വെച്ചാൽ എല്ലാ മീനുകളും കൂടെ ഒഴിവാക്കി പിന്നെ പുഴയിലേക്കും അതുപോലെ തന്നെ വലിയ വെള്ളമുള്ള ഏരിയയിലേക്ക് അവർ മടങ്ങി പോണ സമയമാണ്. കുട്ടികളെയും എല്ലാം ഒഴിവാക്കി പോകുന്ന സമയമാണ്. കാരണം അവർക്ക് അറിയാം ഇനി മഴ ഉണ്ടാവില്ല, വെള്ളം വറ്റുന്ന സ്ഥലങ്ങളൊക്കെ. അപ്പോൾ ഈ സമയത്ത് മീൻ പിടിക്കുന്നവർക്ക് നല്ല കെണി വെച്ചാലൊക്കെ നല്ല മീൻ കിട്ടും. നമ്മളുള്ള ഇത്ര സ്ഥലത്ത് ചെറുങ്ങനെ ഒരു ബക്കറ്റ് ചെറിയൊരു വല വെച്ചിട്ട് വെച്ചതാണ്, വേസ്റ്റിൻ്റെ ബക്കറ്റ്. അതുകൊണ്ട് നമുക്ക് ഇത്ര മീൻ കിട്ടിയത്. അപ്പോൾ കറക്റ്റ് കെണി വെച്ചാൽ എങ്ങനെ ഉണ്ടാവും. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് നമ്മളിതാ മീൻ പിടിച്ചു, ഫ്രൈ ആക്കി നമ്മളപ്പുറത്തെ വീട്ടിലെ വെച്ച് ഫ്രൈ ആക്കി സെറ്റാക്കി തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മളിതാ കഴിക്കാൻ പോണേ. എന്താ ടേസ്റ്റ്, പൊളി പൊളി. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെ മീൻ പിടിക്കുക, പൊരിച്ചടിക്കുക, വല്ലാത്ത ഫീലാണ് മക്കളെ. ഓ